ഒരു പ്രീ സ്കൂൾ എന്ന് പറഞ്ഞാൽ അവിടെ പഠിക്കുന്ന കുട്ടികൾ ആരാണ്, അവിടുത്തെ അധ്യാപകരാരാണ് എന്നതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, നിങ്ങളെ അഭിനന്ദിച്ചാൽ എത്ര അഭിനന്ദിച്ചാലും മതിയാവാത്ത ഒരു പ്രവർത്തനമാണ് നിങ്ങൾ കഴിഞ്ഞ വർഷം ഇവിടെ നടത്തിയിട്ടുള്ളത്. പരിപാടി തുടങ്ങുന്നതിൻ്റെ മുമ്പ് ഒരു കൊച്ചുകുട്ടി സ്റ്റേജിൽ വന്ന് ഖിറാഅത്ത് ആരംഭിച്ച് തുടങ്ങിയത് മുതൽ അതിൻ്റെ അവസാനം വരെ വ്യക്തിപരമായി പറഞ്ഞാൽ എൻ്റെ തല കുനിഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു. എനിക്ക് തോന്നുന്നില്ല നമ്മളിൽ എത്ര പേർക്ക് ആ സൂറത്ത് അത്ര മനോഹരമായി ബൈഹാർട്ട് പഠിച്ചുകൊണ്ട് പാരായണം ചെയ്യാൻ കഴിയുന്നവർ ആരുള്ളൂ. ഹെവൻസിന്റെ സംഘാടകരോടും അതിൻ്റെ അധ്യാപകരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് തെറ്റിയിട്ടില്ല എന്നാണ്. ഇവിടെ ഇരിക്കുന്ന എൻ്റെ ബഹുമാന്യരായ രക്ഷിതാക്കളോടും മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടേത് ഒരു റൈറ്റ് ചോയ്സ് ആയിരുന്നു എന്നാണ്. നിങ്ങൾ തിരഞ്ഞെടുത്ത സ്ഥാപനം, നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി അയച്ചിരിക്കുന്ന ഈ സ്ഥാപനം ഒരിക്കലും നിങ്ങൾക്ക് തെറ്റിപ്പോയിട്ടില്ല. നിങ്ങൾ നേരായ മാർഗത്തിലാണുള്ളത് എന്നതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് സുദീർഘമായ ഒരു സൂറത്ത്. 5 വയസ്സ് പോലും തികയാത്ത ഒരു പിഞ്ച് നിഷ്കളങ്കനായ ഒരു കുട്ടി ഇവിടെ വന്ന് അത്ര ആത്മവിശ്വാസത്തോടെ പാരായണം ചെയ്തു എന്നുള്ളത്. ഇതിനപ്പുറത്ത് എന്താണ് നമ്മൾ 5 വയസ്സിലൊരു കുട്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? മലയാളത്തിലെ മനോഹരമായ ഒരു കവിതയാണ് മാമ്പഴം എന്ന കവിത. ആ കുട്ടി ഖിറാഅത്ത് പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് അവസാനിച്ചപ്പോൾ എനിക്ക് തോന്നിയത് മാമ്പഴം എന്ന കവിതയിലെ അവസാനത്തെ 4 വരികളാണ്. വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ. വൈലോപ്പള്ളി ആ കവിത രചിച്ചത് ആ കുട്ടിയെ കണ്ടുകൊണ്ടാണോ, ഹെവൻസ് പ്രീ സ്കൂളിനെ കണ്ടുകൊണ്ടാണോ എന്ന് പോലും തോന്നിപ്പിക്കുന്ന തരത്തിലാണ് എനിക്ക് ആ സമയത്ത് അനുഭവപ്പെട്ടത്. ഇത്ര ചെറിയ വാക്കുകൾ കൂട്ടിച്ചെല്ലാൻ പറ്റാത്ത ഈ പിഞ്ചു കിടാങ്ങൾ എന്ന് പറയുന്നത് ദൈവജ്ഞരാണോ എന്ന് വൈലോപ്പള്ളി സംശയിച്ചു പോയിട്ടുണ്ട്. അത് ഇങ്ങനെയുള്ള കുട്ടികളെ കണ്ടിട്ടാണ്. എന്തെല്ലാം പരിപാടികളാണ് ഒരു വർഷം ഇവിടെ നടന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇരിക്കുന്ന സദസ്സിനോട് സുദീർഘമായി സംസാരിക്കാൻ എനിക്ക് വേറെ ഒന്നുമില്ല. നിഷ്കളങ്കരമായ കൊച്ചുകുട്ടികളുടെ വെട്ടിത്തിളങ്ങുന്ന മുഖങ്ങൾ, അതിനേക്കാളുപരി സന്തോഷം കൊണ്ട് വെട്ടിത്തിളക്കുന്ന രക്ഷിതാക്കളുടെ മുഖങ്ങൾ, നിങ്ങൾ എല്ലാവരും കൂടി ഇരിക്കുന്ന ഈ സദസ്സിൽ നിങ്ങളുടെ എല്ലാവരെയും താല്പര്യങ്ങളെ ബാലൻസ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രസംഗം നടത്തുക എന്ന് പറയുന്നത് ഒരു പ്രതിസന്ധിയാണ്. ആരെയാണ് പരിഗണിക്കേണ്ടത്? കുട്ടികളെ പരിഗണിച്ച് സംസാരിക്കണമോ, രക്ഷിതാക്കളെ പരിഗണിച്ചുകൊണ്ടാണോ, അതല്ല അധ്യാപകരെ പരിഗണിച്ചുകൊണ്ടാണോ എന്നുള്ളതിനെ കുറിച്ച് തീർച്ചയായിട്ടും പ്രതിസന്ധിയുണ്ട്. മക്കളോട് സംസാരിക്കണമെങ്കിൽ ഈ പ്രായത്തിന്റെ പ്രത്യേകത പരിഗണിച്ചുകൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മളൊരു കാര്യം പറയുമ്പോൾ അതൊന്നും ശ്രദ്ധിക്കാൻ പറ്റുന്ന മൂഡിലല്ല നമ്മുടെ കുട്ടികൾ. അവിടെ ഇന്ന് ആഘോഷത്തിന്റെ തിമർപ്പിലാണ്. അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാലയത്തിന്റെ വാർഷികമാണ്, അവരുടെ കോൺവൊക്കേഷൻ സെറിമണിയാണ്. 3 വർഷത്തെ കോഴ്സ് പൂർത്തീകരിച്ച് അവർ പുറത്തേക്ക് പോകുമ്പോൾ മാതാപിതാക്കളോട് രക്ഷിതാക്കളോട് ഞാൻ അറിയിക്കുന്ന ഒരു കാര്യം, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു കോട്ടൺ തുണിയിൽ നിങ്ങൾ പൊതിഞ്ഞു സൂക്ഷിച്ചിരുന്ന ഒരു ചോര പൈതലാണ് ഇന്ന് ചെറിയ ചെറിയ ചുവടുകൾ വെച്ച് ഈ ഹെവൻസിന്റെ തണലിൽ വലിയ ചുവടുകൾ വെച്ച് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. 3 വർഷം കഴിഞ്ഞ് പുറത്തേക്ക് പോകുന്നത്. അവർക്കിനി അവരുടെ സ്കൂളിലേക്ക് പോകുമ്പോൾ നിർഭയത്വത്തോടെ പോകാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണ് ഇവിടുത്തെ പ്രഗത്ഭരായ അധ്യാപകർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് കൂടി അഭിമാനിക്കാനുള്ള മുഹൂർത്തമാണ് രക്ഷിതാക്കളെ ഈ കോൺവൊക്കേഷൻ സെറമണി അല്ലെങ്കിൽ ആനുവൽ ഡേ എന്ന് പറയുന്നത്. ഈ സ്കൂളിൽ അയച്ചതിന് നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു വ്യക്തിത്വത്തെ വാർത്തെടുക്കാൻ ഇവിടുത്തെ അധ്യാപകർ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ നമ്മുടെ കുട്ടികളായി തീർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംതൃപ്തിയുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം പ്രീ സ്കൂൾ എന്ന് പറയുന്നത് ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. പക്ഷേ നമ്മുടെ ഹെവൻസ് പ്രീ സ്കൂൾ എന്ന് പറയുന്നത് വേറിട്ട് നിൽക്കുന്ന ഒരു പ്രീ സ്കൂളാണ്. ഇസ്ലാമികമായ അടിത്തറയിൽ നിന്നുകൊണ്ട് ഇസ്ലാമിക മൂല്യങ്ങൾക്ക് കൂടി പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് കൊടുക്കുന്ന ഒരു വിദ്യാഭ്യാസ പഠന ബോധന രീതിയാണ് നമ്മുടെ സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സാധാരണ ഇങ്ങനെ പ്രീ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ വിളിച്ചിട്ട് രക്ഷിതാക്കൾ സാധാരണ അല്ലെങ്കിൽ സുഹൃത്തുക്കളൊക്കെ വന്നാൽ ചോദിക്കുന്ന ചോദ്യം, നിനക്ക് ഫാത്തിഹ അറിയുമോ, നിനക്ക് പ്രാർത്ഥന അറിയുമോ, മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിനക്ക് അറിയുമോ? ഇതൊക്കെ കുട്ടികളെ കൊണ്ട് ചൊല്ലിച്ചും പറയിപ്പിച്ചും ഒക്കെ നമ്മൾ ശ്രമിക്കാറുണ്ട്. എന്നാൽ ഞാൻ ഒരു കാര്യം കൂടി ആനുഷംഗികമായി സൂചിപ്പിക്കാറുള്ളത്,
കേവലം ഖുർആനും അതുപോലെ തന്നെ കുറച്ച് പ്രാർത്ഥനകളും പഠിപ്പിക്കുന്ന ഒരു സ്ഥലമല്ല ഹെവൻസ് പ്രീ സ്കൂൾ. ഇവിടെ കുട്ടികൾക്ക് ജനിക്കാൻ അവസരമുണ്ട്, കുട്ടികൾക്ക് നന്നായിട്ട് കളിക്കാനുള്ള അവസരമുണ്ട്, സഹജീവികളോട് അനുരാഗവും സ്നേഹവും പ്രകടിപ്പിക്കാനുള്ള അവസരമുണ്ട്, കാരുണ്യം കാണിക്കാനുള്ള അവസരമുണ്ട്, പങ്കിടാനുള്ള അവസരമുണ്ട്. ജീവിതത്തിന്റെ ഉന്നതമായ മൂല്യങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെയും പഠിപ്പിച്ചു കൊടുക്കാനും അതൊക്കെ മനസ്സിലാക്കാനുമുള്ള സാഹചര്യമുള്ള ഒരന്തരീക്ഷം ഏതാനും അധ്യാപകർക്ക് ഇവിടെ പ്രദാനം ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ഈ ആനുവൽ ഈ കോൺവെക്കേഷൻ സെറിമണി എന്ന് പറയുന്നത് അർത്ഥവത്തായി തീരുന്ന ഒരു സംഗതിയായി മാറുക തന്നെ ചെയ്യും. കേവലം ഒരു ആനുവൽ ഡേ അല്ല, കേവലം ഒരു കോൺവെക്കേഷൻ സെറിമണി അല്ല, അതിനുവേണ്ടി ഉണ്ടാക്കുന്ന ഒരു പരിപാടിയല്ല. തീർച്ചയായിട്ടും അധ്യാപകരെ, രക്ഷിതാക്കളെ, ഇതിന്റെ സംഘാടകരായ ഭരണസമിതി അംഗങ്ങളെ നിങ്ങൾ അർഹിക്കുന്നുണ്ട്. ഈ ഒരു ആനുവൽ ഡേ സെലിബ്രേഷൻ എന്ന് പറയുന്നതും കോൺവെക്കേഷൻ സെറിമണി എന്ന് പറയുന്നതും നിങ്ങൾ അർഹിക്കുന്നതാണ്. അർഹിക്കുന്ന ആഘോഷമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല ഹെവൻസ് പ്രീ സ്കൂളിനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ ഉന്നതമായ നിലവാരത്തിൽ എത്തിച്ചേരാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായും പ്രഖ്യാപിക്കുകയാണ്. അസ്സലാമു അലൈക്കും.